ഹായ്, ഞാൻ Sayid CJ. അക്കൗണ്ട്സ് മേഖലയിൽ ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഇന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസിൽ നല്ല എക്സ്പേർട്ട് അവർക്ക് മാത്രമേ ഇനി ഫ്യൂച്ചറിൽ ബിസിനസ്സുകളിലും കമ്പനികളിലും അക്കൗണ്ട്സിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുകയും ഇന്ന് പല അക്കൗണ്ടിങ് പ്രൊഫഷണൽസും ചെയ്യുന്ന വർക്കുകളില്ലാതെയാവും. ധാരാളം വർക്കുകൾ ഇനി ഓട്ടോമേറ്റഡ് ആവാൻ പോവുകയാണ്. ഡെയിലി ട്രാൻസാക്ഷൻസ് എൻ്റർ ചെയ്യുന്നതെല്ലാം ഓട്ടോമേറ്റഡ് ആവും. ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഓട്ടോമേറ്റഡ് ആവും. ടാക്സ് റിട്ടേൺസ് എല്ലാം ഓട്ടോമേറ്റഡ് ആവും. സ്ട്രീം ലൈൻഡ് റിപ്പോർട്ടിംഗ് ആയിരിക്കും. പ്രോപ്പർ എക്സ്പെൻസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ആയിരിക്കും വരിക. ഫ്രോഡ് ഡിറ്റക്ഷൻ വളരെ എളുപ്പത്തിൽ ഒരു ബിസിനസ്സിൽ നടക്കും. ഇങ്ങനെ ഒരു ബിസിനസ് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഓട്ടോമേറ്റഡ് ആയിട്ട് വരും. ശരിക്കും അക്കൗണ്ട്സ് മേഖലയിൽ ഇനി തീർച്ചയായിട്ടും നിങ്ങൾ ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ബാലൻസ് ഷീറ്റിന് ശേഷമുള്ള കാര്യങ്ങളിലായിരിക്കണം നമ്മൾ ഒരു കമ്പനിയിൽ പോയിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എക്സ്പേർട്ട് ആവുന്നത്. അഥവാ ക്യാഷ് ഫ്ലോ മാനേജ്മെൻറ്റ്, ഫണ്ട് ഫ്ലോ മാനേജ്മെൻറ്റ്, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്, ബാലൻസ് ഷീറ്റ് റീഡിങ്, പ്രോഫിറ്റ് മേക്കിംഗ് സ്ട്രാറ്റജീസ്, അതുപോലെ ബജറ്റ് പ്രിപ്പറേഷൻ, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ഇതിലെല്ലാം നമ്മൾ എക്സ്പേർട്ട് ആയെങ്കിൽ മാത്രമേ ശരിക്കും ഇനിയുള്ള കാലഘട്ടത്തിൽ നമുക്ക് ഒരു കമ്പനികളിലും ബിസിനസ്സിലും പോയിട്ട് നല്ലൊരു അക്കൗണ്ട്സ് എക്സ്പേർട്ടായിട്ട് നമുക്ക് മാറാൻ പറ്റുകയുള്ളൂ. സോ ഇൻ്റഗ്രേറ്റഡ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസ് വരുമ്പോൾ എന്തെല്ലാം വർക്കുകളാണ് ഓട്ടോമേറ്റഡ് ആവുക, നമ്മളിനി എന്തൊക്കെ സബ്ജക്റ്റിലാണ് കൂടുതൽ സ്കില്ല് നേടിയെടുക്കേണ്ടത്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അക്കൗണ്ട്സിൽ വരുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണ് അക്കൗണ്ട്സിൽ വരാൻ പോകുന്നത്, എന്തെല്ലാം വർക്കുകളാണ് ഓട്ടോമേറ്റഡ് ആവുന്നത്, ഇനി എവിടങ്ങളിലൊക്കെ ആയിരിക്കണം നമ്മൾ എക്സ്പേർട്ട് ആവേണ്ടത്, ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഈ വർക്ക്ഷോപ്പിൽ ആദ്യം രജിസ്ട്രേഷൻ എടുക്കുന്ന 100 പേർക്ക് മാത്രമേ ജോയിൻ ചെയ്യാനുള്ള അവസരമുള്ളൂ.